വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമ്മുടെ പ്ലേലിസ്റ്റിലെ രണ്ടാമത്തെ വീഡിയോ ആണ് വെബ്സൈറ്റ് ഡിസൈനിങ്ങിൻ്റെ. ഇന്നത്തെ ടോപ്പിക്ക് പറയുമ്പോൾ എങ്ങനെയാണ് നല്ലൊരു ഹോസ്റ്റിംഗ് സർവീസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക എന്നാൽ തന്നെയാണ് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ഐഡിയ കിട്ടുള്ളൂ. കാരണം എവിടെയെങ്കിലും ഒരു മിസ്സിംഗ് പോയിന്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പറ്റിയാൽ അത് വലിയൊരു ഡാമേജ് ആയിരിക്കും വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു നേരെ സ്ക്രീനിൽ മസ്റ്റ് ഡു തിങ്സ് ബിഫോർ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്. അതിൽ SEO, അതായത് നമ്മളൊരു വെബ്സൈറ്റ് ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ വെബ്സൈറ്റ് വാങ്ങുന്ന, അതായത് ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്ന സമയം തൊട്ടേ SEO സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡൊമൈൻ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്താ നോക്കേണ്ടത്, നല്ലൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് സർവീസ് പർച്ചേസ് ചെയ്യണം. നല്ല ഹോസ്റ്റിംഗ് സർവീസ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്റ്റിംഗ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം നമ്മൾ നല്ലതല്ല പർച്ചേസ്, നമ്മൾ കാശിൻ്റെ കാര്യത്തിലോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ, അതോ ഏതെങ്കിലും ഇൻഫ്ലുവൻസറിന് മുഖേനയോ അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പെട്ടുപോവുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ വെബ്സൈറ്റിൻ്റെ SEOയിൽ പണി കിട്ടും, വെബ്സൈറ്റ് റാങ്ക് ചെയ്യില്ല, ആൾക്കാർ കാണില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അതേ സമയത്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹോസ്റ്റിംഗ് ആണ് പർച്ചേസ് ചെയ്തെങ്കിൽ ആ ഡൊമൈനിൽ ആഡ് ചെയ്ത് വെബ്സൈറ്റ് റൺ ചെയ്താൽ നല്ല യൂസർ ഫ്രണ്ട്ലി എക്സ്പീരിയൻസ് ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി അത് ഗൂഗിളിൽ ഇഷ്ടമാവും, അത് റാങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ നമ്മളെന്താ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കുന്നത്. സംഭവം ഇതേപോലെ തന്നെ നമ്മളൊരു റിയാലിറ്റിക്ക് നോക്കുകയാണ്, നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, ബിൽഡിങ്ങിന് പേര് വെച്ചു. ഇനി ബിൽഡിങ് എവിടെയാണ് ബിൽഡ് ചെയ്യുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്ഥലം എവിടെയാണ് എടുക്കുക, സ്ഥലം. അപ്പോൾ സ്ഥലം എടുക്കുന്ന സമയത്ത് നമ്മൾ ആ സ്ഥലം കൊണ്ട് പട്ടിക്കാട്ടിൽ കൊണ്ടുവച്ചാൽ എങ്ങനെയായിരിക്കും? കാരണം അവിടേക്ക് ആൾക്കാർ വരില്ല. ഒരു ബേക്കറി ഒരു പട്ടിക്കാട്ടിൽ കൊണ്ടുവച്ചു തന്നെ കൂട്ടിക്കും. അവിടെ ആരും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാൽ എന്താ ഉണ്ടാവുക, അത് ആൾക്കാരെ അറിയില്ല, അത് അവസാനം കമ്പനി പൂട്ടി പോവുകയും ചെയ്യും. ആ സമയത്ത് നമ്മുടെ കമ്പനി പീക്ക് പ്ലേസ്, അതായത് ആൾക്കാരൊക്കെ അങ്ങനെ കാണുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാലോ ആൾക്കാർ കൂടുതൽ കയറാൻ തുടങ്ങും. അതുകൊണ്ടാണ് നല്ല ഹോസ്റ്റിംഗ് തിരഞ്ഞെടുക്കണം പറയണത്. ഹോസ്റ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ SEO ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവമായതുകൊണ്ട് നമ്മളതിൽ സെക്യൂരിറ്റി നോക്കണം. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ. അപ്പോൾ അതിൽ ബിസിനസ് പാർട്സ്, ഹെഫ്റ്റി എമൗണ്ട് ഇൻ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് അതേഴ്സ് മാർക്കറ്റിംഗ് എഫേർട്സ്. ബിസിനസ്സുകാരൊക്കെ ഒരുപാട് കാശ് എന്താ പറയുക വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ചിലവാക്കും. പക്ഷേ അവർ നല്ലൊരു ഹോസ്റ്റിങ്ങിന് വേണ്ടി കാശിറങ്ങില്ല. ചിലപ്പോൾ ഹോസ്റ്റിംഗ് അവർക്ക് കാര്യമായിട്ട് നല്ലതെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കാം. അത് കാരണം കൊണ്ടും വെബ്സൈറ്റ് ഒരുപാട് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അത് എന്താ ക്വാളിറ്റി ഇഷ്യൂ ഒക്കെ കാരണം കൊണ്ട് സുഖമായിട്ട് വെബ്സൈറ്റ് തള്ളിപ്പോവും. അതാണ് ഹോസ്റ്റിംഗ്. അപ്പോൾ ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, പിന്നെ ഷെയർ ഹോസ്റ്റിംഗ്, സ്പീഡ് ഹോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, വലിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ആവുന്ന സമയത്ത് നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടൊരു ഹോസ്റ്റിംഗ് സെർവർ വാങ്ങാവുന്നതാണ്. കുറേ ക്ലയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് വാങ്ങാവുന്നതാണ്. അതേ സമയത്ത് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എൻ്റെ വെബ്സൈറ്റും അതേപോലെ തന്നെ കുറേ നോർമലി ബിഗിനേഴ്സ് എല്ലാം ചെയ്യുന്നത് ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഡെഡിക്കേറ്റഡ് പറയുമ്പോൾ സ്വയമായിട്ടൊരു വീട് വയ്ക്കുന്ന പോലെ ചിന്തിക്കുക. സ്വയമായിട്ടൊരു വീട് വെച്ചാൽ താമസിക്കണം, ചിലവ് ഒരുപാട് കൂടുതലാണ്. അതേ സമയത്ത് ഷെയർ ഹോസ്റ്റിംഗ് ആകുമ്പോൾ PG പോലെ ഒന്ന് കൂട്ടാം, അല്ലെങ്കിൽ ഒരു വീട്, ഒരു ഫ്ലാറ്റ് പോലെ ഒരു നമ്മൾ PG പോലെ കൂട്ടാം. നമ്മൾ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് താമസിച്ചിരിക്കണം. അപ്പോൾ എന്തായിരിക്കും ഒരു പ്രത്യേകത, ഒരേ പ്രൈസ് ആയിരിക്കാം, പക്ഷെ നമ്മൾ ഷെയർ ചെയ്യും, നമ്മുടെ കാര്യങ്ങൾ നടന്നു പോവുകയും ചെയ്യും, അല്ലേ? അതാണ് ഷെയർ ഹോസ്റ്റിംഗ്. പക്ഷേ ഷെയർ ഹോസ്റ്റിൽ സ്പീഡ് ഹോസ്റ്റിംഗ് എടുക്കണം. അപ്പോൾ നമുക്ക് ഷെയർഡ് ആണെങ്കിലും നന്നായിട്ട് സ്പീഡ് വരും. ഓക്കെ, സ്പീഡ് ഉണ്ടാവും ഈ വിസിറ്റേഴ്സ്ക്ക്. അപ്പോൾ അതുവഴി SEO ഒരിക്കലും ഇങ്ങനെ എന്താ പറയുക SEO എഫക്റ്റ് ചെയ്യില്ല. അപ്പം അങ്ങനെ നമ്മൾ ഷെയർ ഹോസ്റ്റിംഗ് എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട വേറെ രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയോ? അതാണ് അപ്പ് ടൈം വേഴ്സസ് ഡൗൺ ടൈം. അത് നോക്കണം. സ്പീഡ് എങ്ങനെയാണ് നോക്കണം. മെയിനായിട്ട് ഫസ്റ്റ് പോയിന്റ് സ്പീഡാണ്. നല്ല സ്പീഡ് വേണം, അല്ലേ? രണ്ടാമത്തെ സെക്യൂരിറ്റി. ഈ സെക്യൂരിറ്റി ബേസ് എന്ന് പറയുമ്പോൾ ഹൈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ലിനക്സ് ആണ്. ഓക്കെ, ലിനക്സ് അതാണ് ഫസ്റ്റ്. സെക്കൻഡ് വിൻഡോസ്, തേർഡ് AWS ആമസോണിൻ്റെ ആണത്. നാലാമത്തെ ഗൂഗിള്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എപ്പോൾ എടുക്കാൻ നോക്കുമ്പോഴും ലിനക്സിൻ്റെ എടുക്കാൻ നോക്കുക. കാരണം അവരുടെ എന്താ പറയുക ഡാറ്റ സെക്യൂരിറ്റി വളരെ ഗംഭീരമാണ് ലിനക്സിൻ്റെ. അത് കഴിഞ്ഞിട്ട് വിൻഡോസിൻ്റെ തന്നെയാണ് എന്താ പറയുക ഗോഡാഡി എന്ന് പറയുന്നത് വിൻഡോസിൻ്റെ തന്നെയാണ്. അപ്പോൾ അത് നല്ല അടിപൊളി സാധനമാണ്.
അപ്പോൾ ഇനി അതിലെങ്ങനെയാണെന്ന് പറയുമ്പോൾ ലൊക്കേഷൻ ഒരുപാട് മാറ്റേഴ്സാണ്. ഇപ്പം നമ്മളൊരു വെബ്സൈറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സെർവറിൻ്റെ ലൊക്കേഷൻ USA ഉറപ്പായിട്ടും ആ വെബ്സൈറ്റ് റാങ്ക് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഡിസ്റ്റൻസ്, ലൊക്കേഷൻ മാറ്റേഴ്സ് ആണെന്ന് പറയുന്നത്. ആ സമയത്ത് അത് നമ്മുടെ ആ സെർവർ ഏഷ്യയിലാണെങ്കിലോ കുറേ കൂടെ റാങ്ക് ചെയ്യാൻ ചാൻസസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഡാറ്റാ സെൻറ്റർ ഒരു വലിയൊരു റോൾ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് അപ്പ് ടൈം വേഴ്സസ് ഡൗൺ ടൈം, മൂന്നാമത്തെ പോയിന്റ്. അപ്പ് ടൈം എന്ന് പറയുന്നത് എപ്പോഴും അപ്പ് ആൻഡ് റൺ ആയിട്ടിരിക്കുന്ന സമയം, അത് 99.9% ആയിരിക്കണം. ഓക്കെ, കാരണം അത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. ഇനി ഡൗൺ ടൈം എന്ന് പറയുന്നത് അത് വളരെ കുറഞ്ഞിരിക്കണം. ഡൗൺ ടൈം എല്ലാ വെബ്സൈറ്റിലും വരും, അതിന് ഡാറ്റ മൈഗ്രേഷൻ ചെയ്യാനാണ്. കാരണം ഉള്ള ഡാറ്റ എല്ലാം അത് എടുത്ത് സെർവറിലേക്ക് മാറ്റാം. അങ്ങനെ സേഫ് ആക്കുന്ന ഒരു പരിപാടിയാണ് ഡാറ്റ മൈഗ്രേഷൻ. അത് എല്ലാ ഇതും ചെയ്യും, പക്ഷെ അത് കുറഞ്ഞ സമയത്തായിരിക്കണം. ഒരു നൈറ്റോ അങ്ങനെ അത് അല്ലെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കുറഞ്ഞ സമയത്തായിരിക്കണം, മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ അങ്ങനെ എന്തെങ്കിലും കുറഞ്ഞ സമയമാണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ IRCTCയുടെ സെർവർ എല്ലാ ദിവസവും ഒരു രാത്രി സമയത്ത് 1 മണിക്കൂർ 2 മണിക്കൂർ ഡൗൺ ആയിരിക്കും. ഒരു 11 മണിയാണോ 1 മണിയാണോ എന്നറിയില്ല, മിക്കവാറും സമയങ്ങളിൽ ഡൗൺ ആയിരിക്കും. കാരണം എന്താണ്, ഡാറ്റ മൈഗ്രേഷനാണ്. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നാലാമത്തെ കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് അത്രയും അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ അത്രയും. നമ്മളൊരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് വെബ്സൈറ്റ് ഡെവലപ്പ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് ചിലപ്പോൾ ഇഷ്യൂ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഏത് പോയിന്റിലാണെങ്കിലും. ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റൊക്കെ ചെയ്തു, നമ്മൾ സെക്യൂരിറ്റി നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് അടിച്ചു. അപ്പോൾ നമ്മൾ അടുത്ത് കംപ്ലയിൻറ്റ് പറയും, ഹോസ്റ്റിങ്ങിൻ്റെ അടുത്താണ് കംപ്ലയിൻറ്റ് പറയുക. കാരണം വെബ്സൈറ്റ് റൺ ആവുന്നത് ഈ ഹോസ്റ്റിങ്ങിലാണ്. അപ്പോൾ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് പീക്കായിരിക്കണം, അതിൽ കോംപ്രമൈസ് പാടില്ല. അത് പോസ്റ്റ് സർവീസാണ്. ഓക്കെ, പോസ്റ്റ് സർവീസ് ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂ ഹോസ്റ്റിംഗ് ആണ്. ബ്ലൂ ഹോസ്റ്റിങ്ങിൻ്റെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കസ്റ്റമർ സർവീസാണ്. കാരണം ഞാൻ എത്ര തവണ അവരെ വിളിച്ചിട്ടുണ്ടെന്നല്ല എനിക്ക് മറന്നുപോയി. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പോൾ വിളിക്കുക, അപ്പോൾ തന്നെ അവർ ഓൺ സ്പോട്ട് റെഡിയാക്കും. കാരണം അവരുടെ എന്താ പറയുക, കോൾ സർവീസ് ഞാൻ എപ്പോഴും കോൾ ചെയ്യുക 24/7 ഒരു രക്ഷയില്ലാത്ത കോളാണ് അവർ. പക്ഷേ അതേ സമയത്ത് ഹോസ്റ്റിംഗറിൻ്റെ ഞാനും എൻ്റെ ഉണ്ട്. അപ്പോൾ ഹോസ്റ്റിംഗറിൻ്റെ എന്ന് പറയുമ്പോൾ അവർ ചാറ്റ് സപ്പോർട്ടാണ്. ചാറ്റ് സപ്പോർട്ടും ഗംഭീര സർവീസ് തന്നെയാണ്. എപ്പോൾ നമുക്ക് ഒരു അപ്പർ റെസ്പോൺസാണ് ചാറ്റ് സപ്പോർട്ട്. അപ്പോൾ ഇതിൽ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് 24/7 ഓക്കെ കസ്റ്റമർ സർവീസ്, കോള്, ഇമെയില് അല്ലെങ്കിൽ ചാറ്റ്. ഇത് 4 ഈ 3 സാധനം, കോൾ, ഇമെയിൽ, ചാറ്റ്, ഈ 3 24/7 സർവീസ് കിട്ടിയിരിക്കണം. അങ്ങനത്തെ ഒരു ഹോസ്റ്റിംഗ് സർവീസേ എടുക്കാൻ പാടും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഗോഡാഡി, ഹോസ്റ്റിംഗർ, ബ്ലൂ ഹോസ്റ്റ്, ഈ 3 നമുക്ക് അതിലിടാം. ഇനി അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ്. നമ്മളൊരു വെബ്സൈറ്റ് നമുക്ക് ഹോസ്റ്റിംഗ് കിട്ടി. അപ്പോൾ ഹോസ്റ്റിംഗ് കിട്ടിയപ്പോൾ നമ്മൾ ഡൊമൈനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെബ്സൈറ്റ് അപ്പ് ആൻഡ് റൺ ആക്കണ്ടേ. അതിന് എന്താ പറയുക, ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് വേണം. ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പിനെയാണ് നമ്മൾ പറയുക വെബ്സൈറ്റ് ബിൽഡർ, അതായത് CMS, കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു വലിയൊരു ടോപ്പിക് തന്നെയാണ്. ഞാനത് അടുത്ത വീഡിയോയിൽ പറയാൻ നോക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ. ഹോസ്റ്റിങ്ങിനെ പറ്റി എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനത് റിപ്ലൈ തരാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് കണ്ടന്റ് മാനേജ്മെൻറ്റിനെ പറ്റി ആയിരിക്കും, CMS. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.